നമസ്കാരം. RP ഈ ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്താണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വാർത്ത. പക്ഷെ മറ്റു മാധ്യമങ്ങൾ ആരും കൊടുക്കാത്ത അതിനൊരു പ്രത്യേകമായ ഒരു ഡയമെൻഷനാണ് നമ്മൾ കൊടുത്തത്. കഴിഞ്ഞ ദിവസം അങ്ങയുടെ RP തോട്ട്സിൽ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം, T. സിജു നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ഭാവചലനങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ കൃത്യമായി പറഞ്ഞു. ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് മാറുകയാണോ? തീർച്ചയായിട്ടും ആ പത്രസമ്മേളനം ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഈ ഒരു കംപ്ലീറ്റ് ചെയിൻ ഓഫ് ഇവന്റ്സിൽ. ഈ സംഭവങ്ങളുടെ ഈ ചങ്ങലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ഈ പത്രസമ്മേളനവുമായിട്ട് എടുക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ T. സിജു, അല്ലെ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എന്തിനാണ് ഈ പത്രസമ്മേളനം നടത്തിയത്? എന്തുകൊണ്ടാണ് ഈ പത്രസമ്മേളനം അദ്ദേഹം പാതി വഴിക്ക് അവസാനിപ്പിച്ചത്? എൻ്റെ വിശ്വാസത്തിൽ, എനിക്ക് ഡോക്ടർ സിജുവിനെ പരിചയമൊന്നുമില്ല, എൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദമൊക്കെ വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് കുറെ കാര്യങ്ങളെങ്കിലും നാട്ടുകാരെ അറിയട്ടെ, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് പബ്ലിക് ഡൊമൈനിലായി കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഒതുക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടാകുക. ഈ പത്രസമ്മേളനം അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ഓഫീസർ നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിന് പെർമിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ പെർമിഷൻ എടുത്തപ്പോഴും പെർമിഷൻ എടുത്തിട്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞു പോകുമ്പോൾ ഇത് കുഴപ്പമാണ് എന്ന് തോന്നി ഈ പത്രസമ്മേളനം പാതി വഴിക്ക് വെച്ച് ആരോ നിർത്തിച്ചതാണ്. സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് നിർത്തിച്ചതാണ്. വളരെ വ്യക്തമാണ്. നമുക്കിപ്പോൾ അറിയാം ഇതാരാണ് അദ്ദേഹത്തെ വിളിച്ചതെന്ന്. ഞാൻ അന്വേഷിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹത്തിന്റെ വേറെ രാഷ്ട്രീയക്കാരോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. അദ്ദേഹം ഓർഡർ കിട്ടിയാൽ അനുസരിക്കേണ്ട ലെവലിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. സുപ്പീരിയർ ഓഫീസ് റാങ്കിലുള്ള ആളാണ്. അതെ. നമ്മളിപ്പോ ആ പേര് ഇപ്പൊ തൽക്കാലം ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമുക്കിപ്പോ അറിയാം അദ്ദേഹത്തെ ആരാ വിളിച്ചതെന്ന്. പക്ഷെ ഈ സമ്മർദ്ദമൊന്നും വിലപ്പോവരുത് എന്നുള്ളതുകൊണ്ടും രാഷ്ട്രത്തിനും രാഷ്ട്ര താല്പര്യങ്ങൾക്കും വിരുദ്ധമായ കാര്യം, ഇതൊരു എക്കണോമിക് ഒഫൻസ് മാത്രമല്ല എന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്നത് അതുകൊണ്ടാണ്. ഇതൊരു എക്കണോമിക് ഒഫൻസ് അല്ല, ടാക്സ് വെട്ടിക്കൽ ഒഫൻസ് അല്ല. ഇത് അതിനപ്പുറമുള്ള വലിയ തലങ്ങളും വലിയ മാനങ്ങളുമുള്ള ഒരു കേസാണ്. അല്ല RP, ആ ഭാഗത്ത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വേണം. കാര്യം ഇതെങ്ങനെയാണ് രാഷ്ട്രത്തിന് ഭീഷണിയായി മാറുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി? നമ്മളിത് ഒരിക്കൽ പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടെ വളരെ ചുരുക്കത്തിൽ ആവർത്തിക്കാം. ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ പേരിലൊക്കെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര വലിയ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആയതുകൊണ്ട്, ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ, ഇത് കംപ്ലീറ്റ് ഫോർജറിയാണ്. കംപ്ലീറ്റ് ഫോർജറിയാണ്. നിങ്ങൾ പറയുന്ന ഇപ്പൊ ഇവിടുത്തെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഭൂട്ടാൻ പട്ടാളത്തിന്റെയാണ് എന്നത്. ഇത് ഭൂട്ടാൻ പട്ടാളത്തിന്റെ പോലും അല്ല. ഇതിലെ കുറെ വാഹനങ്ങൾ ചിലപ്പോൾ ഭൂട്ടാൻ പട്ടാളത്തിലെ സീനിയർ ഓഫീസർമാർ ഉപയോഗിച്ച SUVs ഉണ്ടാവും. പക്ഷെ അവരുപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് SUVs ഒക്കെയാണോ ഇവിടെ ആൾക്കാർ മേടിക്കുക? ഇത് ഭൂട്ടാൻ പട്ടാളത്തിന്റെ രേഖകൾ പോലും ഇതിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ എത്തിയ ശേഷം ഈ രേഖകൾ വീണ്ടും ഫോർജ് ചെയ്തിട്ടുണ്ട്. ഈ ഷിംല റൂറൽ, അതായത് ഹിമാചൽ പ്രദേശ്, HP 52 രജിസ്ട്രേഷൻ. ഈ ഹിമാചൽ പ്രദേശ് 52 ഷിംല റൂറലില് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അവിടുത്തെ MVDയുടെ ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു 30,000 തൊട്ട് 50,000 രൂപ വരെ ഒരു വെഹിക്കിളിന്, ഒരു വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രേഖകൾ വേണമെങ്കിലും അവരുണ്ടാക്കി തരും. മനസ്സിലായോ? ഈ ഷിംല റൂറൽ വലിയ മാഫിയാണ്. വലിയ മാഫിയാണ്. അവര് ഈ പൈസ മേടിച്ചിട്ട് അവർ എന്ത് വേണേലും ഉണ്ടാക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിവാഹൻ സൈറ്റില് ഇത് അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് 2005 തൊട്ടൊക്കെയുള്ള വാഹനം. ആക്ച്വലി അത് 10 വർഷം കഴിഞ്ഞ് ഉണ്ടാക്കിയ വാഹനമാണ്. അപ്പൊ ഈ വാഹനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കയറി. പരിവാഹനിൽ ഇത് കയറി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരിടത്തുമുള്ള MVDസിന് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് വലിയ പരിമിതിയുണ്ട്. കാരണം ഇത് ഓൾറെഡി സർക്കാർ സൈറ്റിലുള്ള. അപ്പൊ ഇതൊരു വലിയ മാഫിയയാണ്. വലിയ തോതിൽ ഇത് ഫോർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭൂട്ടാൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ ആണ് എന്ന് പറഞ്ഞു വരുന്ന വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ഭൂട്ടാൻ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെയാണ്? പിന്നെ എവിടുന്നാണ് ഈ വാഹനങ്ങൾ വരുന്നത്?
ആ അന്വേഷണം നടക്കുമ്പോഴാണ് ഇതിന്റെ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന അങ്ങേക്കുണ്ടോ? അല്ല, സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുന്നും ആകാം. ഇത് എന്തായാലും ഭൂട്ടാനിൽ നിന്നായിരിക്കില്ല. പാകിസ്ഥാൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഇനി ഇത് എവിടുന്ന് വാഹനം വന്നാലും ഇത്രയും വലിയ ഫോർജറി ഒക്കെ നടത്തി ഇതിനകത്ത് വലിയ തോതിൽ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. ടാക്സ് വെട്ടിക്കൽ മാത്രമല്ല, രേഖകള്. പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇതിപ്പോ വേറൊരു സ്ഥലത്ത് നിന്ന് ഭൂട്ടാനിലെത്തി ഭൂട്ടാനി രേഖകൾ ഉണ്ടാക്കി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യയിൽ വേറെ രേഖകൾ ഉണ്ടാക്കുന്ന ഈ മാഫിയ ആരാണ്? അവിടെയാണ് നമുക്ക് ചിലപ്പോൾ തീവ്രവാദി സംഘടനകളുടെ ബന്ധം ആരോപിക്കാൻ പറ്റുന്നത്. അവിടെയാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക്, രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ്. ഈ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഈ ആൾക്കാര്, അത് ഈ നടന്മാര് മാത്രമല്ല, അതിൽ വ്യവസായികളുണ്ട്, സ്വർണ്ണ വ്യാപാരികളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് രൂപ ഇവർ ബിസിനസ്സിലൂടെയും അവരുടെ സിനിമകളിലൂടെയും ഉണ്ടാക്കുന്ന ആൾക്കാര് ഈ നക്കാപ്പീച്ച ഈ ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മാഫിയയുടെയൊക്കെ കയ്യിൽ പോയി വീഴേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഇവരുടെ ഗതികേട്. ഈ ഇന്ത്യ നമ്മള് ഇപ്പൊ ഒരു വണ്ടി മേടിക്കുന്നു. ഇപ്പൊ ഞാനൊക്കെ എന്റെ വണ്ടിക്ക് EMI അടച്ചാണ് നമ്മൾ ഓരോന്നും തീർക്കുന്നത്, അല്ലെ? നമുക്കും വണ്ടി ഇഷ്ടമാണ്. നമ്മൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏത് വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഹാൻഡോ സെക്കൻഡ് ഹാൻഡോ എടുക്കുന്നു, അതിന് EMI അടയ്ക്കുന്നു. ഇനി ഈ വണ്ടി പോലും എടുക്കാൻ അതിന് പാങ്ങില്ലാത്ത കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഈ രാജ്യത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി പറയുന്ന കേട്ടു, 21 കോടി ജനങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് കഴിഞ്ഞ 11 വർഷം കൊണ്ട് കരകയറ്റിയത്, വലിച്ചു പിടിച്ചു കയറ്റിയതാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഈ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഈ ആൾക്കാർ ഇത്തരം ടാക്സ് വെട്ടിപ്പ് നടത്തുന്നത്. അപ്പൊ അതൊരു വലിയ കുറ്റകൃത്യമാണ്. പക്ഷെ അതിനപ്പുറമുള്ള കുറ്റകൃത്യത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ട്രാൻസ്പോർട്ടേഷന് ഇവരാരുടെ സഹായമാണ് എടുത്തിട്ടുള്ളത്? ഇപ്പൊ ലോകത്തെ എവിടെ നോക്കിയാലും സ്വർണ്ണഖനികളിൽ നിന്ന്, ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളിൽ നിന്ന് ദുബായ് വരെ എത്തുന്ന സ്വർണത്തിന്റെ ട്രെയിലുണ്ട്. സ്വർണം എത്തിക്കുന്നത് തീവ്രവാദി സംഘടനകളാണ് അത് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് അതൊരു വലിയ വരുമാന മാർഗമാണ്. ഇത് എത്തിക്കുന്ന സ്വർണ്ണക്കടത്തുകാർക്ക് അവർക്ക് ഒന്നും അറിയണ്ട, അവിടെ നിന്ന് ഇവിടെ വരെ ഇവരെത്തിച്ചോളും, സെക്യൂരിറ്റി ഒക്കെ അവർ നോക്കിക്കോളും, അവർക്ക് അതിന്റെ പൈസ കൊടുത്താൽ മതി. അവർക്ക് ഒരു വരുമാന മാർഗമാണ്. സ്വർണത്തിന്റെ കാര്യത്തില്, മയക്കുമരുന്നിന്റെ കാര്യത്തില് ഒക്കെ ഭീകര സംഘടനകളാണ് ഇങ്ങനെ ലോകമെമ്പാടും ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇത്രയും വലിയ മാഫിയയെ സഹായിച്ചതും ഒരു പക്ഷെ അവര് തന്നെ ആയിരിക്കും. അവിടെയാണ് അങ്ങ് പറഞ്ഞ ഇന്നലെ അങ്ങയുടെ RP തോട്ട്സിന്റെ 2ാം ഭാഗത്തിന്റെ പ്രസക്തി വരുന്നത്. കാര്യം ഇത് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിലേക്ക് വരുമെന്ന് അങ്ങ് പറഞ്ഞു. കൃത്യമായി റോ ഇതിൽ അന്വേഷണം നടത്തുമെന്ന് അങ്ങ് പറഞ്ഞു. ഇത്രയും കൃത്യമായി പറയുന്നത് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്? അത് മാത്രമല്ല, ഇപ്പൊ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തീവ്രവാദി സംഘടനകൾ, ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റോ പോലെ ഒരു ഏജൻസി അന്വേഷിക്കും. പക്ഷെ അത് മാത്രമല്ല, വേറെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് വിദേശവുമായി ബന്ധപ്പെട്ട ഒരു കള്ളക്കടത്ത്, വിദേശത്ത് നിന്ന് വരുന്ന ഒരു സംഗതിയാണ്. അത് രണ്ടാമത്തെ, രാജ്യാതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. മൂന്നാമത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ തീവ്രവാദി സംഘടനകളുടെ ഇൻവോൾവ്മെന്റ് ആണ്. ആ ഇൻവോൾവ്മെന്റിന്റെ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും R&AW പോലെ ഒരു വിദേശ രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട വിഷയമാണിത്. തീർച്ചയായിട്ടും R&AWന്റെ റോയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, IBയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. എക്കണോമിക് ഒഫൻസ് എന്നുള്ള നിലയിൽ ഇപ്പം DRI ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആൻഡ് കസ്റ്റംസ്, അവര് അന്വേഷിക്കുകയാണ്. അത് കൂടാതെ ഇപ്പോ എക്കണോമിക് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അവര് അതിന്റെ രേഖകൾ എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ IBയുടെയും R&AW റോയുടെയും ഒക്കെ അന്വേഷണം ഉണ്ടാവും. NIA ഇതിന്റെ ഒരു ലേറ്റർ ഘട്ടത്തിൽ ഈ അന്വേഷണവും ഇതിന്റെ പ്രോസിക്യൂഷനും NIAക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പം വന്നിരിക്കുന്നത് കേരളത്തിലെ ചില സിനിമാ നടന്മാരെ ചുറ്റിപ്പറ്റിയാണ്. ഇത് സിനിമാ നടന്മാർ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അത് മാത്രമല്ല, കേരളത്തിൽ ഉള്ളവർ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതുപോലെ മറ്റ് മേഖല, ഇപ്പൊ രാഷ്ട്രീയക്കാരുണ്ട്, മറ്റ് മേഖല ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ ബിസിനസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ അത്തരം മേഖലകളിൽ കൂടി അത് ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ
മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു സൂചന അനുസരിച്ച് സിനിമാക്കാർ മാത്രമല്ല, സിനിമാക്കാരെ പോലെ തന്നെ ഇവിടുത്തെ വ്യവസായികള് ഒക്കെ ഈ വണ്ടി ഭ്രാന്തുള്ള പല ആൾക്കാരും ഇത്തരം വലിയ വണ്ടി വളരെ ചെറിയ പൈസക്കല്ലേ ഈ ഇത് കിട്ടുന്നത്. പിന്നെ ഈ 200% ടാക്സ് വിദേശത്തു നിന്നും വണ്ടി കൊണ്ടുവരുമ്പോൾ. അപ്പൊ അതൊന്നും കൊടുക്കാതെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് വണ്ടികൾ. ഏറ്റവും ഒടുവിൽ സംസ്ഥാന ഗതാഗത മന്ത്രി വരെ ഇതിനകത്ത് ഇവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് കിട്ടുമ്പോൾ പോരട്ടെ എന്നാണ്. രാജ്യത്തിന്റെ നിയമം ലംഘിക്കുന്നോ ഇവിടെ ടാക്സ് അടയ്ക്കാതിരിക്കുന്നോ ഒന്നും വലിയ പാവമല്ലല്ലോ ഇവർക്കൊന്നും, ആരും ചോദിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ പല ആൾക്കാരും ഇത് മേടിച്ചിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരികളുടെ കാര്യം പറഞ്ഞു കേട്ടു. അതുകൂടാതെ ഈ സിനിമാ നടന്മാരുണ്ട്. നിങ്ങൾ ചോദിച്ചത് കേരളത്തിന് പുറത്തുള്ളവരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ നടന്മാരൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധി വരും. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കേരളത്തിന്റെ അനുപാതം വളരെ കൂടുതലാണ്. അതായത് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. ഇത്രയും വാഹനങ്ങൾ വന്നതിൽ ഇത്ര വാഹനങ്ങൾ കേരളത്തിലെത്തി എന്ന് പറയുമ്പോൾ അതിന്റെ അനുപാതം വളരെ കൂടുതലാണ്. ഞാൻ അതിന്റെ കണക്ക് മനഃപൂർവ്വം പറയാത്തതാണ്. ഇപ്പൊ മാധ്യമങ്ങളിൽ വന്ന കണക്കുകളൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. ഞെട്ടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നതിന് വളരെ കൂടുതലുണ്ട്. ഇപ്പൊ 38, 39 അങ്ങനെ ഒരു കണക്കാ പറയുന്നത്. അതിൽ കൂടുതലുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അന്വേഷണം ഭംഗിയായിട്ട് നടന്നാൽ. പക്ഷെ ഈ ആ ഒരു ഫോൺ കോള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ ഡേഞ്ചർ സിഗ്നലാണ്. അതായത് പത്രസമ്മേളനം നടത്തണം എന്നുണ്ടെങ്കിൽ ഓഫീസർ തീർച്ചയായിട്ടും പെർമിഷൻ മേടിക്കണം. അല്ല, അപ്പൊ ഇതിന്റെ ബേസിൽ എന്തെങ്കിലും ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കാനും അങ്ങനെ വരാതിരിക്കാനുമാണ് ആ പത്രസമ്മേളനം നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം ഒരു വളരെ ഡിവോട്ടായിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള, ഈശ്വര വിശ്വാസമുള്ള, വളരെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അദ്ദേഹം സംഖ്യയൊന്നുമല്ല. അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ഓർത്തഡോക്സ് സഭയുടെ പല പരിപാടികളിലൊക്കെ അദ്ദേഹം നിത്യ സാന്നിധ്യമാണ്. അദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ഡിവോട്ടായിട്ടുള്ള ആളാണ്. സ്വന്തം ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ ഇതിന്റെ ഒരു, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആ പത്രസമ്മേളനം നടത്തിയത്. പക്ഷെ ആ പത്രസമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പിച്ചത് അതൊരു ഡേഞ്ചർ സിഗ്നലാണ്. അപ്പൊ ഇതിന്റെ അവസാനം ഒരു കാര്യം കൂടെ, ഇപ്പൊ നമുക്കറിയാം എമ്പുരാൻ എന്നൊരു സിനിമയെ കുറിച്ച് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും പേരാണ് ആദ്യം പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലുകളും വാർത്ത കൊടുത്തത്. അപ്പോൾ ഈ എമ്പുരാൻ സിനിമയെ നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. കാര്യം എമ്പുരാൻ സിനിമ നമുക്കറിയാം, ഇത് നമ്മളല്ല പറയുന്നത്, സിനിമയുടെ നിർമ്മാതാക്കൾ, അതായത് പൃഥ്വിരാജ് ഉൾപ്പെടെ തന്നെയാണ് രാജ്യം ഒട്ടുക്ക് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് സന്നാഹങ്ങളെ കുറിച്ച്. ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇന്നും ഇന്നലെയും പറയുന്നതാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ഇവിടുത്തെ സിനിമാ മേഖലയ്ക്കുള്ള ബന്ധങ്ങൾ ഒന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാനത് പലപ്പോഴും, പ്രത്യേകിച്ച് മലയാള സിനിമ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക്. ഈ കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ ടി സിജു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടത്തുകയാണ്. അത് ഏതോ ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ കാണുകയാണ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് മുഴുവൻ ഈ ഓഫീസറിനെ ചീത്ത വിളിച്ചുകൊണ്ടാണ്. ദുൽഖർ സൽമാനെയും എമ്പുരാൻ എടുത്ത പൃഥ്വിരാജിനെയും ഒക്കെ പ്രതിക്കൂട്ടി നിർത്തുന്നതിന്റെ ദേഷ്യമാണത്. ഇതിലെല്ലാം ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് മതമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതിപ്പോൾ ചിലരോടുള്ള ആരാധനയും ചിലരോടുള്ള വെറുപ്പും ചില സിനിമകളോടുള്ള താല്പര്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത്തരം തീവ്ര ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, പല സിനിമകളിലും ഈ ആവശ്യമില്ലാതെ യാതൊരു സന്ദർഭത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ബീഫ് എന്നുള്ളതൊന്ന് ഇടിച്ചു കയറ്റും. ഹിന്ദു വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ, ക്ഷേത്രാചാരങ്ങളെ, കിണ്ടി, നിലവിളക്ക്, തുളസിത്തറ, ഇതൊക്കെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ ഒരു ശ്രമം ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നതല്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പിന്നെ എമ്പുരാൻ പോലെ വലിയ ക്യാൻവാസിൽ എടുക്കുന്ന കൃത്യമായ അജണ്ടയോടുകൂടിയ സിനിമകൾ, അത് കൃത്യമാണ്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അല്ല, അതിനകത്ത് പറയുന്നത് ഇപ്പോൾ കുറെ രാജ്യങ്ങളിൽ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്, കുറെ വാഹനങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഭാഗമായി ഒരു വാഹനത്തിന്റെ സാധ്യത ഉണ്ടോ എന്നാണ്. അത് നല്ലൊരു പോയിന്റാണ്. അതും യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടതാണ്. ആരന്വേഷിച്ചാലും ഇത് യഥാർത്ഥത്തിൽ ഒരു മൾട്ടി ഏജൻസി അന്വേഷണം ഉണ്ടാവണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഉണ്ടാവേണ്ടത്. അത് കേന്ദ്ര സർക്കാർ അതിന് മുതിരുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാഴ്ച, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട കാര്യം. നമസ്തേ. നമസ്തേ.
ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.